السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك أصحاب الجنة هم الفائزون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു ഈ ഭൂലോകത്ത് ജീവിച്ച് മരണപ്പെടുന്ന വ്യക്തിക്ക് അതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിസൾട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കും. അങ്ങനെ മരിക്കുക. നമ്മളതുവരെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ മാത്തൽ ഇൻസാൻ ഉരിള അലൈഹി മഖ്അദുഹു. അവൻ്റെ ഇരിപ്പിടം അള്ളാഹു മരിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കും. ഒമിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവർ, അവർക്ക് അള്ളാഹു സ്വർഗം കാണിക്കും. ഒമിൻ അഹ്ലിൽ നാർ, നരകത്തിന് വേണ്ടി പണിയെടുത്തവർക്കോ അള്ളാഹു നരകം കാണിക്കും. എന്നിട്ടാ കൊണ്ടുപോവുക. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗം കാണിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം നാം സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കണം. ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ആ ദിവസം അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുക. എങ്കിൽ മാത്രമേ അങ്ങനെ മരിക്കാൻ സാധിക്കൂ. വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂറത്തുൽ ഹശ്റിൽ ഉപദേശിച്ച ഒരു ഉപദേശമാണ് ഞാൻ മുഖവുരയിൽ ഓതി കൽപ്പിച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിൻ്റെ ഈമാൻ ഉൾക്കൊണ്ട, തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യരെ, ഇത്തഖുല്ലാ, നിങ്ങൾ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോൾ ആ ദിവസം കൊണ്ട് എന്ത് നേടിയെന്ന് സ്വയം വിലയിരുത്തുകയും വേണം. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച എന്തെല്ലാം നേടി ഈ സമയം വരെ,
എന്തെല്ലാം നഷ്ടപ്പെട്ടു ഈ സമയം വരെ, അത് പരിശോധിക്കണം. അവർക്കാണ് മരണവേളയിൽ സ്വർഗം കണ്ടുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ നിരന്തരമായ പരിശോധനയ്ക്ക് നമ്മളുടെ അമലുകളെ നാം വിധേയമാക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, വീണ്ടും തുടർന്ന് പറയാം, ആ ആയത്ത് പറഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യവും പറഞ്ഞു, അള്ളാഹു വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ സൂക്ഷിക്കുക എന്നെന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലെടുക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുമ്പോഴാണ് വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. എന്നിട്ട് പറയും, തുടർന്ന് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ഹബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി അള്ളാഹു വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ വിലയിരുത്തേണ്ട, അള്ളാഹു വിലയിരുത്തും. എന്നിട്ടല്ല പറയാം, വലാ തകൂനു കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരെ പോലെ നിങ്ങളാവരുത്. ഭൂമിയിൽ അള്ളാഹിനെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ മറന്ന് ജീവിച്ചാൽ സ്വയം നിങ്ങൾ മറക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരലോക ബോധമോ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നശിക്കും, എല്ലാം മറന്നുപോകും. അനുഭവമുള്ളവരുണ്ടാവും ഈ ഇരിക്കുന്നതിൽ. അള്ളാഹുമായുള്ള ബന്ധം മറന്നുപോയാൽ നമ്മളെ സ്വയം മറക്കും, പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലല്ലേ? അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെയാ? അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ഖുർആനുമായുള്ള ബന്ധമാണ്, അതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുമ്പോൾ നിങ്ങൾ സ്വയം മറക്കും നിങ്ങളെ, പിന്നെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ് വരുന്നത് അപ്പോഴാണ്. വിശുദ്ധ ഖുർആൻ താഴെ വെച്ച ഓരോ മുസ്ലിമിനും ഓർമ്മക്കുറവ് ഉണ്ടാവും. നേരെ മറിച്ച് ഖുർആൻ നിങ്ങൾ നിരന്തരമായി ഓതുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്ക് മെമ്മറി പവർ ഭയങ്കരമായിരിക്കും, മറക്കാൻ കഴിയില്ല. അള്ളാഹി മറക്കൂല, അള്ളാഹ് മറക്കൂല. ഫഅൻസാഹും അൻഫുസഹും, എന്നിട്ട് അള്ളാഹ് പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉലൈക അസ്ഹാബുൽ ജന്ന, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖികൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗവാസികളാണ്. എന്നിട്ടല്ല പറയാം, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗവാസികളും നരകവാസികളും ഒരുപോലെയല്ല. അതോർക്കണം. ഇവിടുന്നുള്ള പ്രവർത്തനവും ഒരുപോലെയല്ല. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ പ്രവർത്തനവും നരകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ പ്രവർത്തനവും രണ്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവർ ആരൊക്കെയാണോ അവരാണ് ഭൂമിയിൽ വിജയിച്ചവർ. നമ്മളെ കാഴ്ചപ്പാടിൽ ഭൂമിയിൽ വിജയിച്ചവരാരാന്ന് ചോദിച്ചാൽ, നല്ല സമ്പത്തുള്ള കുബേരനായി കോടീശ്വരനായി ജീവിക്കുന്ന ആളുകളാണ് ഭാഗ്യവാന്മാർ. പക്ഷെ അള്ളാഹു പറയുന്നു, ദുനിയാവിൽ വെച്ച് സ്വർഗം നേടിയവർ അവരാണ് വിജയികൾ. അതവർ കോടീശ്വരന്മാരാവാം, അവർക്ക് നേടാം. കോടീശ്വരന്മാർക്ക് പ്രത്യേകിച്ച് നേടാം സ്വർഗം. എന്താ കാരണം? അള്ളാഹ് അവരെ പറ്റി അങ്ങനെ പറഞ്ഞു, കോടീശ്വരന്മാരെ പറ്റി. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീൻ അൻഫുസഹും വ അംവാലഹും, അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അള്ളാഹു വാങ്ങുകയും ബിഅന്ന ലഹുമുൽ ജന്ന, പകരം അവർക്ക് സ്വർഗം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവരവരുടെ സ്വന്തം ശരീരം അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിൻ്റെ ഖുർആനിലുണ്ടാവും, അതാണ് ശരീരം കൊടുക്കൽ. പിന്നെ അവരുടെ സമ്പത്തോ അതവർ കണക്ക് നോക്കി പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കേണ്ടതെല്ലാം എത്തിക്കും. അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ പകരം സ്വർഗം അള്ളാഹു കൊടുക്കും. ഇതങ്ങനെ അവർ ജീവിക്കുമ്പം അതിന് പകരം അള്ളാഹു സ്വർഗം കൊടുക്കും. അപ്പോൾ സ്വർഗം നേടാൻ ഏറ്റവും എളുപ്പം കോടീശ്വരന്മാർക്കാണ്. കാരണം അവർ പാവങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പല സൽക്കർമ്മങ്ങളും അവർക്കുണ്ടാവും. അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗം വേണം, നിങ്ങൾക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണം. അങ്ങനെയാണല്ലോ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ ഇപ്പം ആഗ്രഹിക്കണം, എനിക്ക് പരലോകത്തിൻ്റെ റബ്ബിനൊന്ന് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, അഹബ്ബല്ലാഹു ലിഖാഹു, നിങ്ങളെ കാണാൻ അള്ളാഹു പൂതി വെക്കും. അള്ളാഹ്ക്ക് പൂതിയാ നിങ്ങളെ കാണാൻ. അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യന്മാരെ കാണാൻ അള്ളാഹുവിന് ഭയങ്കര പൂതിയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ എനിക്ക് അള്ളാഹിനെയും കാണണ്ട, പരലോകവും വേണ്ട, സ്വർഗവും വേണ്ട, എനിക്ക് നരകത്തിൽ പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റി പറഞ്ഞെന്താ, ഒമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവരാരോ, കരിഹല്ലാഹു ലിഖാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കും വെറുപ്പാൻ. പിന്നെ അള്ളാഹ്ക്ക് അവനെ കണ്ടുമുട്ടാൻ ഇഷ്ടമല്ല. അപ്പം എന്തായാലും അർത്ഥം, നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കണം. ഖുർആൻ പറയുന്നു, നിങ്ങൾ ഇന്ന് ഓതിയിട്ടില്ല ഇപ്പം സൂറത്തുൽ കഹ്ഫ്,
അതിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതിന്റെ അർത്ഥം എന്താ? ഫമൻകാന യർജു ലിഖാ അല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അതെന്ത് ചെയ്യേണ്ടത്? ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോഴേ കണ്ടുവിട്ടാൻ കഴിയുള്ളൂ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുൽ ഒരാളെയും, ഒരു ശക്തിയെയും, ഒരു വ്യക്തിയെയും, ഒരു ഔലിയെയും, ഒരു തങ്ങളെയും ആരെയും പങ്കുചേർക്കാൻ പാടില്ല. അപ്പോഴാണ് അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിൻ്റെ ചെയ്യുന്ന ഇബാദത്തിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കരുത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തരുത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ അതോടൊപ്പം സൽക്കർമ്മം ചെയ്യണം. അപ്പം സൽക്കർമ്മം ഈ വരുന്ന ഞായറാഴ്ച ഒരു സൽക്കർമ്മമുണ്ട്, അറിയോ? ഒരു ചന്ദ്രഗ്രഹണം വരുന്നുണ്ട്, രാത്രി 11 മുതൽ 12 വരെ ഈ ഞായറാഴ്ച ഗ്രഹണം. അപ്പം നമ്മളെന്ത് ചെയ്യും? റസൂല പഠിപ്പിച്ചൊരു നിസ്കാരമുണ്ട് അല്ലേ, ഗ്രഹണ നമസ്കാരം. അതൊരു ഇബാദത്താണ്. അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഒരു അമലൻ സാലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓണം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിൻ്റെ അതിശക്തമായ 80 കോടിയോളം കുടിച്ചു തീർത്തു ഇപ്പം തന്നെ കണക്കാ. അപ്പം എന്നാൽ അത്തരം ആളുകൾ പലപ്പോഴും നമ്മുടെ അയൽവാസികളായും നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരായും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും. കാരണം ഇതൊരു ബഹുസ്വര സമൂഹമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ പലപ്പോഴും അവർ നമുക്ക് പല സമ്മാനങ്ങളും ഈ ഓണമായി കൊണ്ടുവരും. ആ ഓണമായി കൊണ്ടുവരുന്നത് അവരുടെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഭക്ഷണമാണെങ്കിൽ ഒമാ ഉഹില്ല ബിഹിലി വൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അത് നമുക്ക് തിരസ്കരിക്കാം. എന്നാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് അവരും അതല്ലാത്തൊരു ഭക്ഷണം കൊണ്ടുവന്നാൽ വാങ്ങാം, കഴിക്കാം, ഒഴിവാക്കേണ്ടതില്ല. അതാര് പറഞ്ഞതാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത്തരമൊരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഓണമില്ല, നമുക്കറിയാം. ഓണം എപ്പോഴാണ് വന്നതെന്ന് അറിയാം. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടാവില്ല. അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്താ? നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മൾ പരസ്പരം എന്ത് വേണം? സ്നേഹം നഷ്ടപ്പെടുത്തരുത്. വർഗീയത, വിധ്വംസക പ്രവർത്തനങ്ങളിലൊന്നും നമ്മൾ ഉണ്ടാവരുത്. ലൈസ മിന്ന, മുസ്ലിം അല്ല, അസബിയ, പക്ഷപാതിത്വപരമായി ജീവിക്കുന്ന ആളുകളാരും മുസ്ലിങ്ങളല്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഹദീസുകളുടെ വെളിച്ചത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, നിങ്ങൾ ഈ ഓണത്തിൻ്റെയോ വിഷുവിൻ്റെയോ ക്രിസ്തുമസിൻ്റെയോ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഓരോ ആളുകളുമായി ബന്ധപ്പെട്ടതാണ് ആഘോഷങ്ങൾ. അത് നമുക്കറിയാം. അവരുടെ പേരിൽ സമർപ്പിക്കപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അത് നമ്മൾ കഴിക്കൂല, അത് നമ്മൾ തുറന്നു പറയും. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്കൊരു നിലപാടുണ്ട്. എന്നാൽ അതല്ലാത്ത പല ഭക്ഷണങ്ങളും പലപ്പോഴും അവർ കൊണ്ടുതരും. അപ്പോൾ കൊണ്ടുതരുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയൊന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വൽ ഇപ്പോൾ ഒന്നിച്ചു വന്നില്ലേ, നബിദിനത്തിൻ്റെ ചോറും കൊണ്ടുവരണ്ടല്ലോ. അത് ആരാ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളല്ലല്ലോ ആണല്ലോ അല്ലേ? മുസ്ലിങ്ങളെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പം അതും അതിലും വലിയ അപകടമല്ലേ? കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ മൗലൂദുണ്ട്. അതിലെന്താ അവർ പറയുന്നത്? അബ്ദൂക്കൽ മിസ്കീനു യർജു ഫദ്ലേക്കൽ ജമ്മൽ ഗഫീറു. ഇതിലും വലിയൊരു അനർത്ഥം എന്താ? അബ്ദുക്ക, മുഹമ്മദ് നബിയെ ഞാൻ നിങ്ങളുടെ അടിമയാണ്. ലോകത്തേതെങ്കിലും മുസ്ലിം സംഭവിക്കുന്നത്? അബ്ദൂക്കൽ മിസ്കീനു യർജു ഫദ്ലേക്കൽ ജമ്മൽ ഗഫീറു. ഓരതാ പറയുന്നത്. എന്താ പറഞ്ഞത്? അബ്ദുക്കൽ മിസ്കീൻ, ഈ സാധുവായ മനുഷ്യൻ, ഈ മനുഷ്യൻ മുസ്ലിമല്ല. അബ്ദൂക്കൽ മിസ്കീനു യർജു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങയുടെ ഷഫായത്ത് ആലോചിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഫദ്ലേക്കൽ ജംഅൽ ഗഫീറു, മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്ന നിങ്ങൾ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ വിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആര് പുറത്തു തരുന്നു? ജമ്മൽ ഗഫീർ. ഗഫൂർ ആരാ? റസൂലാണോ? അല്ലല്ലേ? പക്ഷെ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് ചാർത്തി കൊടുത്താണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ട ഭക്ഷണം, അതാണ് ഹറാമായ ഭക്ഷണം. പക്ഷേ ഇതര സമൂഹത്തിലുള്ള ആൾക്കാർ അവർ മാവേലി വന്നു, അവർക്ക് തന്നെ അറിയാം മാവേലി എന്നൊരു കഥാപാത്രമില്ല എന്ന്. പിന്നെ
ചരിത്രകാരന്മാരും എല്ലാവരും കൂടി ഇപ്പോൾ പ്രത്യേകിച്ച് ചാനലുകളിലും കൂടിയിട്ട് പിന്നെ നമ്മളെ മുസ്ലിങ്ങൾ ഓരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മുസ്ലിം പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അവരുടെ സാരിയും അവരുടെ വസ്ത്രവുമൊക്കെ അണിഞ്ഞപ്പം നടക്കുന്നത്. അതൊക്കെ ഒരു സമൂഹത്തോടുള്ള സാദൃശ്യം കാണിക്കൽ ആ സമൂഹത്തിൻ്റെ സംസ്കാരവും ആ സമൂഹവുമായിട്ടാണ് അവർ മരിക്കുക. അത്തരം ആളുകൾ മരിക്കുക ആ സമൂഹത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത സംസ്കാരം അതല്ല നമ്മൾ വേണ്ടത്. ഞാൻ പറഞ്ഞത് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ അടുത്തുള്ള അയൽവാസി എന്തെങ്കിലും ഭക്ഷണമോ പായസമോ കൊണ്ടു തന്നാൽ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മടക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം ചുരുക്കം. അപ്പോൾ സൽക്കർമ്മനിരതമായി ജീവിക്കുക, ശിർക്ക് ചെയ്യാതെ ജീവിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നാളെ പരലോകത്തേക്കുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വന്ന ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറേബ്യയിൽ ഏറ്റവും ചൂട് കൂടിയ സമയത്ത്, അറേബ്യയിലെ ചൂട് നിങ്ങൾക്കറിയാം, പലരും അറേബ്യയിലുള്ള ചൂട് എന്താണെന്ന് അറിയണോരാ, എത്ര സെൽഷ്യസ് ഉണ്ടെന്നൊക്കെ അറിയണോരാ. ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് അറിയാനും കഴിയും. അക്കാലത്ത് ഇതേമാതിരി ഒന്നല്ല, ഒരു ബിൽഡിങ്ങുകളോ മരങ്ങളോ ഒന്നുമില്ലാത്ത കാലം. അതിശക്തമായ ചൂടിൽ മലമടക്കിലൂടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരും മദീനയിലേക്ക് യാത്ര പോവുക. വഴിയിൽ വെച്ച് അവരുടെ കയ്യിൽ കരുതിയ ഭക്ഷണം അവർ കഴിക്കാനിരുന്നു. കയ്യിൽ കരുതിയ ഭക്ഷണം കഴിക്കാനിരുന്നപ്പം ആ വഴി ആടിനെ മേക്കുന്ന ഒരു ഇടയൻ വന്നു. ആ ഇടയൻ വന്നപ്പം അബ്ദുല്ലാഹിബ്നു ഉമർ ആ ഇടയനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അതാണ് നമ്മളെ വിഷയം. അതിശക്തമായ ചൂട്, ഒരാളും നോമ്പ് നോൽക്കാൻ തയ്യാറാവില്ല. അപ്പം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഇടയനെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ഇടയൻ പറഞ്ഞു, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അങ്ങനെ ശക്തമായ ചൂട് ആ സമയത്ത് മദീനയിലേക്ക് നടന്നു പോകുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ കൂട്ടുകാരും ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ഇടയൻ പറയുന്നത് ഇന്നി സായിമുൻ. ഫഖാല ഉമർ ബിൻ അബ്ദുല്ലാഹിബ്നു ഉമർ അപ്പം പറഞ്ഞു, ഫി മിസ്ലി ഹാദൽ യൗമി ഷദീദിൽ ഹർ വഅൻത വഹദക് ബൈന ഹാദിഹി ശിആബ് ഫി അഹ്സാനി ഹാദൽ ഗനം. നിങ്ങൾ ഒറ്റക്കാണോ ഈ മലമടക്കിൽ? നിങ്ങൾ ഒറ്റക്ക്. വഅൻത വഹദക് ബൈന ഹാദിഹി ശിആബ് ഫി അഹ്സാനി ഹാദിൽ ഗനം. ഈ ആട്ടിൻ പറ്റങ്ങളോടൊപ്പം നടക്കുന്ന നിങ്ങൾ ഒറ്റക്ക് നോമ്പ് നിൽക്കുക ഈ ശക്തമായ ചൂടിൽ. അപ്പോൾ ഇടയൻ പറയാണ്, ഫഖാല, അപ്പോൾ ഇടയൻ പറഞ്ഞു, ഉബാദിറു അയ്യാമി ഹാദിഹിൽ അയ്യാമിൽ ഖാലിയ. എൻ്റെ നല്ല കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയാതെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൊഴിഞ്ഞു പോയ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ മത്സരിക്കുകയാണ്. ആ പോയ ദിവസങ്ങളും കൂടി നേടിയെടുക്കാൻ ഞാൻ മത്സരിക്കുകയാണ്. അതാണ് ഞാൻ ഇത്രയും ചൂടുള്ള സമയത്തും നോമ്പ് നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആയത്തോതി നോക്കി, വൽ തൻലുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കിയെന്ന് ഓരോരുത്തരും പരിശോധിക്കുക. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, കൊഴിഞ്ഞു പോകുമ്പോൾ, ഈ ഇടയൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയ, ഇന്നലകളിൽ നന്മകളില്ലാതെ കൊഴിഞ്ഞു പോയ കുറേ ദിവസങ്ങൾക്ക് വേണ്ടി അതും കൂടി നേടിയെടുക്കാൻ മത്സരിക്കുകയാണ് ഇടയൻ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടിയാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വളരെ അനുഗ്രഹീതമായ യാത്ര വേണം. ആ അനുഗ്രഹീതമായ യാത്ര കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മരണാനന്തരം നമ്മൾ ചെയ്ത അമലുകൾ, അതാണല്ലോ നമുക്ക് ഉണ്ടാകുക. അതല്ലാത്ത കുറച്ച് അമലുകൾ മരണാനന്തരം നമുക്ക് കിട്ടും, നമ്മൾ ചെയ്തു വെച്ച. ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നാ നഹ്നു നുഹീൽ മൗത്ത. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, നാം ആണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, അല്ലേ? മരിച്ചവരെ ജീവിപ്പിക്കാമല്ല അല്ല പറയാം. അപ്പം ഇന്നാ നഹ്നു നുഹീൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു. ആ ഓരോ മയ്യത്തും ഈ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചു കൂട്ടിയത് എന്താണോ അത് നമ്മൾ പരലോകത്ത് കൊണ്ടുവരും. നാം മരിച്ചവരെ പരലോകത്ത് ജീവിപ്പിക്കുമ്പോൾ ഓരോരുത്തരും മുൻകൂട്ടി ചെയ്ത, നമ്മൾ ആയത്തതാണല്ലോ, ഒരു തൻലൂർ നഫ്സുൻ മാ ഖദ്ദമത്തിന് മതി, ആ മുൻകൂട്ടി ചെയ്ത എന്തൊക്കെയാണോ അത് കൊണ്ടുവരും. ആസാറവും, അവരുടെ അവശിഷ്ടങ്ങളും, അവർ ചെയ്തു വെച്ച അനുഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി കിതാബിൻ ഫി ഇമാമിൻ മുബീൻ.
അള്ളാഹുവിൻ്റെ വ്യക്തമായ രേഖയിൽ അള്ളാഹു എല്ലാം കൃത്യമായി രേഖപ്പെടും. ഈ വേൾഡിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ചെയ്യുന്ന നന്മകളും തിന്മകളുമൊക്കെ അള്ളാഹു കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ മറക്കും, പക്ഷേ അള്ളാഹു എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടും? ഇപ്പം പറഞ്ഞെന്താ? നെക്തുബ് മാ കദ്ദമു. ഒന്ന് കദ്ദമ് എന്ന ജീവിതച്ച നാളിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ ഇബാദത്തുകളും, അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇനിയോ ആസാറോ, നമ്മളുടെ പ്രവർത്തന പ്രതിഫലങ്ങൾ. ഇപ്പം നന്മ നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ നന്മ നമ്മളുടെ മക്കൾ പകർത്തിയാൽ, നമ്മളുടെ ഭാര്യ പകർത്തിയാൽ, നമ്മുടെ സുഹൃത്തുക്കൾ പകർത്തിയാൽ നമ്മൾ ചെയ്തൊരു നന്മ, അതിൻ്റെ ഒരു കൂലി നമ്മൾ മനുഷ്യൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തതല്ലാതെ, പക്ഷെ നമ്മളെ കൂട്ടുകാർക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഉമ്മാക്കും നമ്മളെ ഉപ്പാക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത നന്മകൾ അത് നമ്മളെ മയ്യത്തിൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ആസാറ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി. മരണാനന്തരം വിശ്വാസിയുടെ ഖബറിലേക്ക് എത്തുന്ന നന്മകൾ എത്തിച്ചേരും, തീർച്ചയായും എത്തിച്ചേരും. ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന, വിശ്വാസിയിലേക്ക് വന്നു ചേരുന്ന മിൻ അമലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളും അത് വന്നു ചേരും. വ ഹസനാതിഹി, അവൻ്റെ ഒരുപാട് ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച നന്മകളും എത്തും ബഅദ മൗതിഹി, മരണാനന്തരം. അതിലൊന്നാമത്തത് ഇൽമൻ അല്ലമഹു, നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അറിവ്, അത് മരണാനന്തരം ഖബറിലേക്ക് എത്തും. ആ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് വേണ്ട? ക്ലാസ്സും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെപ്പോഴും സംസാരിക്കുന്ന കാര്യം, നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇൽമായാൽ മതി. ഇൽമൻ അല്ലമഹു, പിന്നെ വ നഷറഹു, അത് പ്രചരിപ്പിച്ചത്, ആ ഇൽമ് പ്രചരിപ്പിച്ചത്. ഇപ്പം സാധാരണ നമ്മളൊക്കെ സുബൈ നമസ്കരിച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കൽ? നിങ്ങൾ ഓരോരുത്തരും ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ, പറയല്ലേ? ഉപകാരപ്രദമായ അറിവ് പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഇൽമൻ നാഫിയൻ. പിന്നെ റിസ്ഖൻ തയ്യിബൻ, ഹലാലായ ഭക്ഷണം. പിന്നെ വഅമലൻ മുതഖബ്ബലൻ, സ്വീകാര്യയോഗ്യമായ അമലുകൾ ചെയ്യാൻ പടച്ചോനെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ. അതാണ് നമ്മൾ സുബഹിക്ക് ശേഷം പ്രാർത്ഥിക്കുക, അല്ലേ? എല്ലാവർക്കും ഒരു ഈ പ്രാർത്ഥന അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ പഠിക്കണം കേട്ടോ, എന്നിട്ട് തുടരണം. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മളുടെ മരണസമയത്ത് നമുക്ക് സ്വർഗം കാണിച്ചുകൊണ്ടൊന്ന് പോകാൻ കഴിയൂ കേട്ടോ. അതുകൊണ്ട് ഇൽമൻ നാഫ് അല്ലമഹു, റസൂല പറഞ്ഞത് ഖൈറുക്കും, ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരിൽ ഏറ്റവും നല്ലവർ മൻ, ഒരാളാണ്. ഏതൊരാളാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവർ. അത് അവരോളം നല്ല മനുഷ്യന്മാർ ഇന്ന് ഭൂമിയിലില്ല. വ അല്ലമഹു, അത് പഠിപ്പിക്കുന്നവരും. പഠിക്കുകയും ചെയ്യുന്നവരാണ് ലോകത്തെ ഏറ്റവും ഉത്തമർ. അതാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, ഖബറിലേക്ക് നിങ്ങൾ പഠിപ്പിച്ചു വെച്ച നിങ്ങളുടെ ഇൽമ്, നിങ്ങൾ നൽകിയ ഇൽമ്, അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. മുഅല്ലിമിനും മുതഅല്ലിമിനും കിട്ടും. പഠിപ്പിച്ച ആൾക്കും കിട്ടും, പഠിച്ച ആൾക്കും കിട്ടും. അതാ പറഞ്ഞത്. അപ്പോൾ ഖുർആൻ പഠിച്ച ആളുകൾക്ക് നാളെ ഖബറിലേക്ക് അതാണ്ട് എത്തും. അതാണ് ഇൽമൻ മിൻ അമലി, ഇൽമൻ അല്ലമഹു വ നഷറഹു, അത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ ഖുർആൻ പഠിക്കാൻ പ്രേരണ നൽകി പ്രചരിപ്പിച്ചു. നിങ്ങൾ മൈക്കെട്ടി പ്രസംഗിക്കുന്നൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഖബറിലേക്ക് എത്തുന്നെന്താ? മരണപ്പെട്ട ശേഷം നമുക്ക് കിട്ടുന്ന നന്മകളിൽ ഒന്ന് ഇപ്പം നമ്മളെന്താ പറഞ്ഞത്? ഇൽമ്, നമ്മൾ പഠിപ്പിക്കുന്നു, അല്ലേ? രണ്ടാമത്തത് വവലദൻ സാലിഹൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളുടെ സാലിഹായ മക്കൾ. സാലിഹല്ലേ അത് എടുക്കൂല, വെറുതെ നേർന്നിട്ട് കാര്യമില്ല. വലദൻ സാലിഹൻ, അല്ലെങ്കിൽ വലദൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ ഇവിടെ ഷർത്ത് വെച്ചു, ഉണ്ട് വലദൻ സാലിഹൻ, സൽക്കർമ്മിയായി ജീവിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. റസൂൽ എന്താ പറഞ്ഞത്? ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു, ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോൾ അതോടുകൂടി ദുനിയാവിൽ അവന് സൽക്കർമ്മം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നിലച്ചു. ഇനി കിട്ടുന്നതപ്പ പറഞ്ഞ് ഇൻഖത, ഒന്നെന്താ? അമലെല്ലാം മുറിഞ്ഞു. അതിലൊന്നെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മക്കൾക്ക്, ബാപ്പക്കും ഉമ്മാക്കും വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളുടെ പ്രാർത്ഥന ഖബറിൽ നമുക്ക് ലഭിക്കും കേട്ടോ. വലദൻ സാലിഹൻ യദ്ഉ ലഹു. ഇനി കിട്ടുന്നതാ? മുസ്ഹഫൻ വറസ, നമ്മൾ വഖഫായി നൽകുന്ന മുസ്ഹഫുകൾ. ആ മുസ്ഹഫ് എടുത്ത ആരെല്ലാം ഓതുന്നുവോ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അത് കൊടുത്താൽ കേട്ടോ.
ഖുർആന്റെ ഓതുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ, എല്ലാത്തിനും ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട്. അപ്പം നമ്മൾ കൊടുത്ത മുസ്ഹഫ് ഒരാൾ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ അദ്ദേഹത്തിനും കിട്ടും അതേ പ്രതിഫലം അത് അവിടെ ആ മുസ്ഹഫ് വെച്ച ആ വ്യക്തിക്കും കിട്ടും കേട്ടോ. പിന്നെ മസ്ജിദൻ ബന, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുക അള്ളാഹ്ക്ക് വേണ്ടി, അതും ഖബറിലേക്ക് വരും കേട്ടോ. അതെങ്ങനെ വരിക? ആ പള്ളിയിൽ നിർവഹിക്കുന്ന നിസ്കരിക്കുന്ന ആളുകളുടെ ഒരു പ്രതിഫലത്തിൽ നിന്ന് ഈ പള്ളി ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് ഖബറിലേക്ക് വരും. അയാൾ ഒരു തസ്ബീഹ് നിർവഹിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം മയ്യത്തിനുണ്ടാവും. അയാളൊരു ഇസ്തിഗ്ഫാർ പള്ളിയിൽ വെച്ച് അള്ളാഹിനോട് നടത്തിയാൽ അതിൻ്റെ ഒരു കൂലി ഇയാൾക്കുണ്ടാവും. എത്ര നമസ്കരിക്കുന്ന ആളുകളല്ലേ ഇപ്പം ഈ പള്ളിയിൽ ഇപ്പം എത്ര ആൾ നിസ്കരിച്ചു, എത്ര ആൾ ജുമാ നടത്തി, അതിന് എത്ര ആൾ പങ്കെടുത്തു, ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച്, ഈ പള്ളിക്ക് വേണ്ടി ധനം ചെലവഴിച്ച്, ഈ പള്ളിക്ക് വേണ്ടി ശ്വാസം വിട്ട മനുഷ്യന്മാർക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതൊക്കെ ഖബറിലേക്ക് വരുന്നതാണ്. അത് നമ്മൾ ചെയ്തതല്ലല്ലോ, നമ്മൾ വെച്ചതല്ലോ, മരിക്കുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചതാണ്, അതങ്ങോട്ട് വരും കേട്ടോ. അപ്പം പിന്നെ റസൂൽ പറഞ്ഞതോ ഔ ബൈത്തൻ ലീബിന് സബീൽ, അല്ലെങ്കിൽ വഴിയിൽ യാത്രക്കാരായി ജീവിക്കുന്ന ആളുകൾക്ക് തണലേകാൻ ഒരു സത്രം, അതാണ് ഒരു ബൈത്തൻ ലീബിന് സബീൽ, ഒരു സത്രം ഉണ്ടാക്കി കൊടുത്തു. ആ സത്രത്തിൽ എത്ര പാവങ്ങൾ കഴിയുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ ഖബറിലേക്ക് ഈ വ്യക്തിക്ക് കിട്ടും. പിന്നെ നെഹ്റൻ നജറ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ സൗകര്യം, കുടിവെള്ള പദ്ധതി, പാവപ്പെട്ട ആളുകൾക്ക് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ള പദ്ധതി, ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയോ അല്ല അതിന് അത്തരം സംവിധാനങ്ങൾ, സമാനമായ സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വെള്ളം എത്തിച്ചാൽ ആ വെള്ളം എത്തിച്ച വ്യക്തിക്ക് അവർ ഉപയോഗിക്കുന്ന കാലത്തോളം, ഖിയാമത്തോളം അവർ ഉപയോഗിക്കേണ്ട അത്രയും കാലത്തെ പ്രതിഫലം ഈ ഖബറിലേക്ക് ഈ വ്യക്തിക്ക് കിട്ടും. പിന്നീട് പറയുന്നു വ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫി ഹാലി സിഹത്തിഹി വ ഹയാത്തിഹി തൽഹഖു ബഅദ മൗതി. റസൂൽ പറയാണ് വ സദഖത്തൻ അഖ്റജഹ മിൻ മാലി, തൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ ദാനമായി കൊടുക്കുന്ന സമ്പത്ത്, പാവങ്ങൾക്ക് കൊടുത്ത, നമ്മൾ എടുത്തു വെച്ചൊക്കെ നമ്മൾ കുടുങ്ങി, കൊടുത്തതൊക്കെ കിട്ടി. അങ്ങനെ ഇസ്ലാം. നമ്മൾ ശേഖരിച്ചു വെച്ചതൊക്കെ നമ്മളതല്ല, അത് നമുക്ക് കിട്ടിയില്ല. നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടൂല. അതാർക്കുള്ള? നമ്മൾ ശേഖരിച്ചു വെച്ചൊക്കെ ആര് കൊണ്ടുപോകും? നമ്മളെ മക്കൾ കൊണ്ടുപോകും അല്ലേ, അല്ലെ നമ്മളെ കുടുംബം കൊണ്ടുപോകും, അതല്ലേ. പക്ഷെ നമ്മൾ കൊടുത്തതോ, നമ്മൾ സദക്കയായി കൊടുത്തതോ, അത് നമ്മളുടെ ഖബറിലേക്ക് വരും. മനസ്സിലായോ? വിഷയം ശരിക്കും മനസ്സിലാക്കണം, എന്നാലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സദക്കത്തൻ അഖ്റജഹ മിൻ മാലി, അത് എപ്പോൾ കൊടുക്കണം? ഫിഹാലി സിഹത്തിഹി, നല്ല ആരോഗ്യമുള്ള സമയത്ത്. അല്ലാണ്ട് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ല, ഇനി കുറച്ച് ദിവസം ഉള്ളൂ, ഏറി വന്ന ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 മാസം, അങ്ങനെ കണ്ടല്ലോ രോഗങ്ങൾ. അത് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു. അപ്പം ഇയാൾ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ സ്വത്ത് ആർക്ക് കൊടുക്കാം? പാവപ്പെട്ട ആൾക്ക് കൊടുക്കാം, പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാം, ഖബർസ്ഥാനിന് കൊടുക്കാം, മൂപ്പരാണ്ട് ഇളകുക. അത് കിട്ടൂല കേട്ടോ. അതെപ്പോൾ കൊടുക്കണം? ഫിഹാലി സിഹത്തിഹി വ ഹയാത്തി, ജീവിതകാലത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുത്താലേ അത് കിട്ടുള്ളൂ കേട്ടോ. എന്നാലോ തൽഹഖു ബഅദ മൗതിഹി, മരണാന്തരം അയാളിലേക്ക് അത് വരും. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അയ്യു സദഖത്തി അഫ്ളൽ, അള്ളാഹിന്റെ റസൂലെ ഏറ്റവും അഫ്ളലായ സദഖ ഏതാ, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ? ഫഖാല, നബി പറഞ്ഞു, വ അൻത സഹീഹുൻ, നീ നല്ല ആരോഗ്യവാനായിരിക്കുമ്പോൾ കൊടുക്കുന്ന സദഖ. ഷഹീഹുൻ, നീ അല്പം പിഷ്കനുമാകുക. അല്ലാണ്ട് അങ്ങനെ ധാരാളിയായി ജീവിക്കുന്ന ആളുകൾ ആരും കൊടുത്താൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഓർക്ക് പൈസക്ക് നിലവാരമുണ്ടാവില്ല, ഓലിങ്ങനെ ഭാര്യ എറിയ അങ്ങനത്തെ. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള മക്കൾ ഏത് അതിന് കൊടുത്താളി, ഇതിനും കൊടുത്താളി, ഇതിനൊന്നും വിരോധമല്ല, പൈസക്കൊരു വിലയില്ല, പുല്ല് വില കൽപ്പിക്കുക, അങ്ങനത്തെ ആൾക്കാരല്ല. നല്ല പിശുക്കനാണ്, ആരോഗ്യവാനാണ്. തഖ്ശൽ ഫഖർ, കൊടുത്താൽ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നു. വതഅമ്മുൽ ഗിന, അയാൾ സമ്പന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു, പിശുക്കനാണ്, എന്നിട്ട് ആരോഗ്യവാനാണ്, എന്നിട്ട് സദക്ക കൊടുത്താൽ അത് അവൻ്റെ ഖബറിലേക്ക് എത്തും കേട്ടോ. വലാ തുഹ്മിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അന്നനാളത്തിലേക്ക് റൂഹെത്തുന്നത് വരെ സദക്ക കൊടുക്കാൻ കാക്കരുത്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ലാ തുഹ്മിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അന്നനാളത്തിലേക്ക് റൂഹെത്തുന്നത് വരെ സദക്ക കൊടുക്കാൻ വേണ്ടി കാത്തിക്കരുത്. അങ്ങനെ എത്തിയാലോ
നമ്മളെ റൂഹ് തൊണ്ടക്കുയിലേക്ക് വന്നാലോ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി കുൽത്ത നീ പറയും ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ ഇന്ന ആൾക്കൊക്കെ എത്ര കൊടുത്താളി. മരണത്തിന്റെ അവസാന സമയത്ത് പറയാ ഇന്ന കൊടുത്താളി, ഇന്നതിന് ഇത്ര കൊടുത്താളി, അവർക്ക് ഇത്ര കൊടുത്താളി. അതൊക്കെ ഈ മരണത്തിന്റെ അവസാന വേളയിൽ പറഞ്ഞതാ. അപ്പൊ റസൂല പറയാ ഒലി ഫുലാനിൻ കഥ, മറ്റൊരു കത് കാനലി ഫുലാൻ, എൻ്റെ ടൈം കഴിഞ്ഞു, അത് ഫുലാനുള്ളതാ, നീ പറഞ്ഞ ഇന്നാൾക്കുള്ളതാ. അവർക്ക് ശരീരത്തിന് നിയമപ്രകാരം സ്വത്ത് വീതിക്കപ്പെടും അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ പരലോകത്തേക്ക് മരിച്ചാലും കിട്ടാവുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിച്ച് ചെയ്യണം. അതിലൊന്നാമത്തെ കാര്യം മരിച്ചുപോയ ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മനസ്സിലായോ? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ മയ്യസ്കരിക്കില്ലേ, അത് പ്രാർത്ഥന. ഇനി ആ മയ്യസ്കാരം കഴിഞ്ഞാൽ പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാറില്ല. അതൊരു വിഷയമാണ്. റസൂലുള്ള പറഞ്ഞു ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിൽഹിരിൽ ഗൈബ്. അഭാവത്തിൽ മരിച്ചാൽ പിന്നെ അവിടെ ഇല്ലല്ലോ. അഭാവത്തിൽ നമ്മളെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മുസ്തജാബത്തുൻ, തീർച്ചയായും ഉത്തരം കിട്ടും. അങ്ങനെ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക്, ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച പറയില്ലേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പടച്ചോനെ സ്വർഗം നൽകണേ, അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടണേ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് അത് മുസ്തജാബത്താ, ഉത്തരം കിട്ടും അങ്ങനത്തെ പ്രാർത്ഥന കേട്ടോ. അപ്പം അതുകൊണ്ട് മുസ്തജാബത്തായ പ്രാർത്ഥന അഭാവത്തിൽ. ഇനിയിപ്പം മരിച്ചോളന്നില്ല, ഒരാൾ നിങ്ങളെ മുൻപിലില്ല, അയാൾ എവിടെയോ ആണ്, അയാൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരുന്നാലും ആ പ്രാർത്ഥന മുസ്തജാബത്ത. നിങ്ങൾ ദ്വാരക്കാരൻ ആരും സാലിയായ മനുഷ്യനുണ്ടോ? നമ്മളിപ്പോൾ ദ്വാരക്കാനിപ്പോൾ ആർക്കും മുടക്കൊന്നുമില്ലല്ലോ. പഠിച്ചോനെ ഓനക്ക് സ്വർഗം കൊടുത്താലും എനിക്ക് നരകം കൊടുത്താലും എൻ്റെ പീടി ഉഷാറാക്ക്, ഓൻ്റെ കുടുംബത്തിൽ നല്ല ഇത് കൊടുക്കും, സന്തോഷം കൊടുക്കും, ഇതൊക്കെ നമ്മൾ പറയാം. പക്ഷെ നമ്മൾ ആര് പറയണമെന്നില്ല അല്ലേ? വിശ്വാസിയായിരിക്കണം, ശിർക്കില്ലാത്തവനായിരിക്കണം, സൽക്കർമ്മ നിരതനാവണം, അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ വേണ്ടി നാവുകൾ ഉപയോഗിക്കുന്ന ആളുകളാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ഔന്നിത്യത്തിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാലിഹായ മനുഷ്യൻ, അവരുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും കേട്ടോ. എന്നിട്ട് റസൂല പറയാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇന്ദ റസിഹി മലക്കുൻ മുവക്കൽ. നമ്മൾ മരിച്ചുപോയ അഭാവത്തിലുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ അനുജന്, എൻ്റെ മക്കൾക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ എന്ന് അവർ മരണപ്പെട്ട് ഖബറിലായതിനു ശേഷം നമ്മൾ ദ്വാരക്കുമ്പോൾ ആ ദ്വാരക്കുന്ന വ്യക്തിയുടെ അടുത്ത് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടൊരു മലക്കുണ്ടാവും. എന്താ പറഞ്ഞത്? ഇന്ദ റസിഹി മലക്കുൻ മുവക്കൽ. അള്ളാഹു നിശ്ചയിച്ചൊരു മലക്കുണ്ട്. കുല്ലമാ ദാലി അഖീഹി ബിഖൈർ, തൻ്റെ സഹോദരന് വേണ്ടി ഖൈറിന് നന്മക്കായി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഖാലൽ മലക്ക്, മലക്ക് പറയും, ഈ മലക്കുൽ മുവക്കൽ അള്ളാഹു ഏൽപ്പിച്ച് ഈ മലക്ക് പറയും ആമീൻ, പടച്ചോനെ ഓൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം മലക്ക് പറയും ആമീൻ. ഒലക്കലിമിസിൽ, നീ പ്രാർത്ഥിച്ച അതേ ഉത്തരം അള്ളാഹു നിനക്കും തരട്ടെ. അങ്ങനെ ഒലക്കലിമിസിൽ, തത്തുല്യമായ പ്രതിഫലം അള്ളാഹു നിനക്കും തരട്ടെ. നമ്മളെന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ എൻ്റെ ഉപ്പാനും എൻ്റെ ഉമ്മാനും പടച്ചോനെ സ്വർഗത്തിലാക്കണേ. അതിൻ്റെ പ്രതിഫലം ആർക്കായി? തത്തുല്യമായത് നമുക്ക് കിട്ടി. മനസ്സിലായോ? വെറുതെ എങ്ങനെ നിസ്കരിച്ചിരുന്ന പടച്ചോനെ എൻ്റെ ഉമ്മാനും ഉപ്പാനെയൊക്കെ സ്വർഗത്തിലാക്കണേ, അവിടുന്ന് കാണട്ടെ, നമുക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. ഓഫലത്തായ മനസ്സിന് പ്രാർത്ഥന വരാൻ പാടില്ല, എടുക്കൂലല്ല. വളരെ ശ്രദ്ധാപൂർവം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും അള്ളാഹു ഉത്തരം തരുമെന്ന പ്രതീക്ഷയോടുകൂടിയും അഭാവത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ. ആർക്ക് ശേഷം? മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്നവരാണല്ലോ. ഇപ്പം നമ്മളൊന്നും മുഹാജിറുടെ കൂടെ ഇല്ല. ഉണ്ടോ? മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയവർ നമ്മളല്ല, ആണോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരെ സഹായിച്ചവരും നമ്മളല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് ഓർത്ത്, ആദ്യം നമ്മളുടെ പറഞ്ഞു ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോടുകൂടി നമുക്ക് മുമ്പ് മരിച്ചുപോയ അവർക്കും പടച്ചോനെ നീ പുറത്തു കൊടുക്കണം. സബഖൂന, ഞങ്ങൾ മറികടന്നവർ പോയി. എന്തിനൊക്കെ? ബിൽ ഈമാൻ, ഈമാനിന് വേണ്ടി, ഈമാനോടുകൂടിയാണ് അവർ പോയത്. അല്ലാണ്ട് ഈമാനില്ലാത്ത ആൾക്ക് വേണ്ടി തീർക്കാൻ പാടില്ല. നമുക്കറിയാലോ, ഈമാനില്ലാത്ത ആളുകൾക്ക് വേണ്ടി തീർക്കൂല. എന്നിട്ടാ പറയാ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ
വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൽ പടച്ചോനെ നീ ആക്കരുത്, ഗില്ലൻ പക. ആരോട്? ലില്ലദീന ആമനു, വിശ്വാസികളോട് മനസ്സിലൊരിക്കലും പക നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കരുതേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന ആൾക്കാർ, അതിൽപ്പെടും ഇപ്പം നമ്മളെന്തായത് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ലേ, നിരന്തരമായി പ്രാർത്ഥിക്കണം അല്ലേ. നമ്മളെ ബിംബർ അതിനെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ വേണ്ടി നമ്മൾ തീർക്കാറുണ്ട്. ഈ ഉലമാക്കന്മാർക്കും ഉമറാക്കന്മാർക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ കേൾക്കാറില്ലേ? അതോ നിങ്ങൾ വെറുതെ ആമീൻ പറയാണോ? മുമ്പ് അങ്ങനെ ഉണ്ടായിനി, റബ്ബന ആത്തിന എന്ന് പറയുമ്പോഴേക്ക് ആമീൻ. അങ്ങനൊരു ഞാന്ന് കേൾക്കുമ്പോൾ തീർക്കണല്ലേ. അതിപ്പോൾ ഞാൻ മിമ്പർമത പറയുന്നില്ല കേട്ടോ. മുമ്പൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ. അപ്പം അതുപോലെ ആവരുത്. വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റഹ്മാനായ നാഥ, നീ പൊറുക്കുന്നവനും കൃപയുള്ളവനുമാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദരന്മാർക്കൊക്കെ പടച്ചോനെ പുറത്തുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി ധാരിക്കുക. ഇനി നമ്മൾ 5 നേരത്തെയുണ്ട്. 5 നേരം മത്തയ്യാത്തിൽ എന്ത് ചെയ്യും അറിയണില്ലേ? അസ്സലാമു അലൈന, അള്ളാഹുവേ സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ. അതാണ് ആ പ്രാർത്ഥന. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. സാലിഹായി ഇപ്പോൾ ജീവിക്കുന്നവരും സാലിഹായി മരിച്ചുപോയവർക്കും പടച്ചോനെ സമാധാനം കൊടുക്കണേ. അല്ല, മരിച്ചവർക്കുള്ള വേണ്ടി പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയണില്ല. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ നിങ്ങൾ സെക്കൻഡ് കൊണ്ട് അടിച്ചു വിടുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. എന്നാൽ അർത്ഥം അറിഞ്ഞാൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് മനസ്സിന് തോന്നുന്നില്ലല്ലോ, പടച്ചോനെ ഞാൻ എല്ലാം നേടി, എന്തെല്ലാം നേടി, കുടുംബം നേടി, വാഹനം നേടി, വീട് നേടി, കുറേ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തു, എല്ലാം ചെയ്തു, പടച്ചോനെ നേടിയില്ലല്ലോ പടച്ചോനുള്ള ചിന്ത. അതാണ് വലുത്തന്നൂർ നഫ്സും ആ ഖദ്ദമത്തുൽ ഖദീൻ. മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ എന്ത് കൊണ്ടുപോകാൻ ഉണ്ടാക്കി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറഞ്ഞെന്താ നമുക്ക് കിട്ടാവുന്നത്? ഔ മുസ്ഹഫൻ വർറസ അല്ലേ. ഒന്നെന്താ പറഞ്ഞത്? മുസ്ഹഫൻ വർറസ. ഒന്ന് ഖുർആൻ വെച്ചു കൊടുക്കുക അല്ലേ പള്ളിയിൽ, അല്ലെങ്കിൽ ഓതാനുള്ള നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു ഖുർആൻ കൊടുത്തു. നമ്മൾ ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ നല്ല കളർഫുൾ മുസ്ഹഫാ കൊണ്ടുവരിക. അതിന് അത് ഓരോ സന്തോഷിപ്പിക്കാനാണ്, അള്ളാഹിനെ സന്തോഷിപ്പിക്കാനല്ല. അത് വാങ്ങുന്നവനക്കൊരു സന്തോഷം വരണം. അതിന് നല്ല സിബൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾ സിബുള്ള കളർഫുൾ മുസ്ഹഫ് കൊടുത്താൽ കൂലി കൂടൊന്നുമില്ല. മുസ്ഹഫ് അള്ളാഹിൻ്റെ കലാമാണ്, അത് അതിന് അർഹതപ്പെട്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് പള്ളിയിൽ വെക്കുക. അങ്ങനെ വെച്ചാലോ അള്ളാഹ് റസൂൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ഭൂമിയിൽ അള്ളാഹ്ക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. അള്ളാഹിൻ്റെ കുടുംബേ ഉണ്ട് ഭൂമിയിൽ. അതാരാ? കാല സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ ആരാണത് ആ കുടുംബം? അള്ളാഹിൻ്റെ കുടുംബം ആരാണെന്ന് ചോദിച്ചു. ഇവിടെ ഭൂമിയിലുള്ളവരാണ്. കാല നബി പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അള്ളാഹിൻ്റെ കുടുംബേ. ഹും അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാ, അവരാണ് അള്ളാഹിൻ്റെ കുടുംബം. ഹും അഹ്ലുല്ലാ, അവരാണ് അള്ളാഹിൻ്റെ കുടുംബം. അത് അപ്പം മുസ്ഹഫ് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ കുടുംബമായി മാറുകയാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളോട് എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരൊറ്റ ഹദീസ് പറഞ്ഞത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ദിവസത്തെ പേടിക്കാൻ കേട്ടോ, ഒറ്റ ദിവസത്തെ പേടിച്ചാൽ മതി. ആയതാ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന, അള്ളാഹുവിലേക്ക് എന്നേക്കുമായി മടക്കപ്പെടുന്ന ഒരു മരണമുണ്ട്. ആ മരണത്തെ സൂക്ഷിക്കണം. ആ മരിപ്പിക്കുന്ന റബ്ബിനെയും സൂക്ഷിക്കണം. അങ്ങനെ മരിപ്പിച്ചാലോ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോ മനുഷ്യരും ഭൂമിയിൽ വെച്ച് അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും കേട്ടോ. വഹും ലാ യുദ്ലമൂൻ, ഒരു അനീതിയും അള്ളാഹു ചെയ്യൂല. സൂറത്തുൽ ബഖറയിലെ 281 ആ ഭാഗം കേട്ടോ. ഇനിയോ ആ ആയത്താണെങ്കിലോ വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിപ്പിച്ച ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹു അനീതി ചെയ്യൂല, പ്രവർത്തിച്ചതെല്ലാം കിട്ടും. സൂറത്തുൽ ബഖറ തന്നെ അള്ളാഹു പറയുന്നുണ്ട് 47-ാമത്തെ ആയത്തിൽ, വത്തഖൂ യൗമ, ഒരു ദിവസം സൂക്ഷിക്കണം കേട്ടോ, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യില്ല. പരലോകത്തെ ഒരു ഉപകാരം ചെയ്യില്ല. ഇനി ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അമലുസാലിയാത്ത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഉപകാരം ചെയ്യില്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും അള്ളാഹുവിൻ്റെ കോടതിയിൽ എടുക്കൂല.
വല അദ്ലുൻ, ഒരു പ്രായശ്ചിത്തം, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് പടച്ചോനെ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരാ, നടക്കൂല. വല യൂഖദു മിൻഹ അദ്ലുൻ വലാഹും യുൻസറൂൻ, ഒരു നിലക്കുള്ള സഹായവും ലഭ്യമാവില്ല. അപ്പം അതുകൊണ്ട് ഒരു ഷഫായത്തുമില്ലാത്ത, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കാത്ത ഒരു ദിവസത്തെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഒരു വാപ്പ വലിയൊരു അപകടത്തിൽപ്പെട്ട മക്കൾ ഉണ്ടെങ്കിൽ എത്ര ശത്രുക്കളാണെങ്കിലും, മക്കൾ എത്ര ശത്രുക്കളാണെങ്കിലും ഇടപെടും അല്ലേ? എന്താ കാരണം? അത് നമ്മളൊപ്പയാണ്. പക്ഷെ പരലോകത്തുനിന്ന് എൻ്റെ ഒപ്പം നരകത്തിലേക്കാണ്ട് പോകുമ്പോഴേ ഇടപെടാൻ കഴിയൂല. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസത്തെ ഓർക്കുക, സൂക്ഷിക്കുക. അങ്ങനെ അമലു സാലിയാത്തുകൾ, നമ്മളുടെ മയ്യത്തിന് വേണ്ടി നമ്മളുടെ ആസാറുകൾ, നമ്മളുടെ കുറേ നന്മകൾ ബാക്കി വെച്ചുകൊണ്ട് നമുക്കതും ഖബറിലേക്ക് വരത്തക്ക രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 7 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി പോകുമ്പോൾ അതെല്ലാം ഇവിടെ ബാക്കി വെച്ച്, സദഖത്തുൻ ജാരിയ ബാക്കി വെച്ച്, സാലിഹായ മക്കളെ ഇവിടെ ബാക്കി വെച്ച് നമുക്ക് മരിക്കാൻ സാധിക്കണം. ആ മരിക്കുമ്പോൾ അള്ളാഹു സ്വർഗം കാണിച്ചു തരണം. അങ്ങനെ സ്വർഗം കണ്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളോടൊപ്പം ജീവിച്ച പലരും യാത്ര പോയി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഅ്മിനീന വഹദ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുന്നു, നിർദ്ദേശിക്കുന്നു. നമുക്ക് ആസാറുകളായി കിട്ടണമെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കണം. ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധമായ, നമ്മളെ മക്കൾക്ക്, നമ്മളെ ഭാര്യയ്ക്ക്, നമ്മളെ കുടുംബത്തിനൊക്കെ അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, മൻ ദഅ ഇലൽ ഹുദ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്റെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, ആരെ ക്ഷണിച്ചാലും മതി, കാനലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിയഹു, ആ ഉപദേശം കേട്ടുകൊണ്ട് ആരൊക്കെ ആ ഉപദേശത്തെ പിൻപറ്റുന്നു, ആ പിൻപറ്റുന്ന ആളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരു പ്രതിഫലം ഈ ഉപദേശിച്ചാക്ക് അള്ളാഹു കൊടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തു, മോനെ എങ്ങനെ ജീവിക്കരുത്, മോളെ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുത്, മോനെ നമ്മൾ ഇങ്ങനത്തെ കല്യാണം നടത്തരുത്, നമ്മൾ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കളോടാവട്ടെ, നമ്മളുടെ ഭാര്യമാരോടാവട്ടെ, നമ്മളുടെ ഉമ്മനോടാവട്ടെ, നമ്മളുടെ സഹോദരിമാരോട്, നമ്മളൊക്കെ സാറെന്താ ചെയ്യുക, അന്തിർ അഷീറത്തൊക്കെ ലക്രബീൻ അല്ലേ, താക്കീത് ആദ്യം കൊടുക്കേണ്ട ആർക്കാ? കുടുംബക്കാർക്കാ. കൊടുത്താലെങ്ങനെ ഉണ്ടാവും താക്കീത്? കുടുംബക്കാരോട്. എന്തുകൊണ്ട് നമ്മൾ കൊടുക്കാത്തത് ഓലോട്? നമ്മൾ ഖബറിലേക്ക് ഇതൊന്നും വേണ്ടാച്ചിട്ടല്ല, നമ്മൾ കൊടുക്കാത്തതിന് കാരണം ഓല് നമ്മളെ വെറുക്കും. ഓലോട് പറഞ്ഞാൽ ഓൽക്ക് വെറുപ്പാവും. അപ്പോൾ തൽക്കാലം ഓലെ വെറുപ്പ് സംഭവിക്കേണ്ട, അള്ളാൻ്റെ വെറുപ്പ് സംഭവിക്കുക. അള്ളാൻ്റെ വെറുപ്പ് മരിച്ചതിൻ്റെ രക്ഷമല്ലേ, അത് ദൂരത്താന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇഹ്തമ്മലി സഫറിൽ ഖരീബ്, അടുത്തുള്ള യാത്രയാണ് മരണം, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കവികളൊക്കെ ഉയർത്തിയതാ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വരികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇഹ്തമ്മലി സഫറിൽ ഖരീബ്, ഏറ്റവും അടുത്തൊരു യാത്ര ഉണ്ട്, അതിനു വേണ്ടിയുള്ള ശ്രദ്ധയോടുള്ള ഒരുക്കം വേണം കേട്ടോ. അപ്പോൾ മൻ ദാ ഇലൽ ഹുദ, ഒരു സന്മാർഗത്തിലേക്ക് നിങ്ങളൊരാൾ ക്ഷണിച്ചു, ആ കാനലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിയഹു, നിങ്ങൾ ഉപദേശിച്ച കാര്യം ആര് പിൻപറ്റിയോ, ആര് ഉൾക്കൊണ്ടോ, അയാൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം അയാൾക്കും കിട്ടും, അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടും. എന്നാലോ ലാ യൻകുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, ഇതാ പ്രവർത്തിച്ച ആളുടെ പ്രവൃത്തികളും ഒട്ടും കുറച്ചിട്ടല്ല ഉപദേശിച്ചാക്ക് കൊടുക്കുന്നത്, ഒന്നും കുറയില്ല. അത് നന്മയിലേക്ക് ക്ഷണിച്ചാൽ. എന്നാലോ ഇതേപോലെ തന്നെ നിങ്ങൾ തിന്മയിലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ കാരണത്താൽ ഒരു വിഭാഗം ആളുകളല്ലേ, ഒരു മനുഷ്യ സമൂഹം കേടുവന്നു. അണ്ടല്ലോ ഇപ്പം മൗലീദ് ഇതൊക്കെ ഭയങ്കരമായിട്ട് നല്ലതാണ്. ഇത് 3 ദീനിലെ 3 ആഘോഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രാധാന്യമാണ് റബീഉൽ അവ്വലിന് വരെ പ്രസംഗിക്കുക. എന്താ അപ്പം അതിനൊക്കെ പറയുക? ഏത് ലലാലത്തിലേക്ക് അവർ കൊണ്ടുപോകണം നമ്മളെ?
പക്ഷെ അത് കേട്ടിട്ട് 3 ആഘോഷം ഏതാ? ഒന്ന് ബലി പെരുന്നാൾ, അതാഘോഷമാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ, അതും ആഘോഷം, ഇസ്ലാം അനുവദിച്ചതാണ്. 3-ാമത്തതാണ് അത്രേ റബീഉൽ അവ്വൽ. എന്താ അപ്പം അതിനൊക്കെ പറയാ? അങ്ങനെ പറയുന്ന ആളോട് നമുക്കൊന്നും പറയാനില്ല. എന്താ അവർക്ക് ലക്ഷ്യം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോലെ ഈ ഇത്തരം തിന്മകളൊന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പം നമുക്ക് അതിന് ശിക്ഷ കിട്ടും. റസൂൽ പറയാൻ മൻ ദാ ഇലാ ലലാല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ലലാലത്തിലേക്ക് നിങ്ങൾ ഒരാൾ ക്ഷണിച്ചു. ഇതൊന്നും മാത്രമല്ല, സമൂഹത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളൊരു മയ്യത്തുമായി പോയി ഖബറിലെത്തിയാൽ റസൂൽ എന്താ പറഞ്ഞത്? ഇസ്തഗ്ഫിറൂ ലി അഖീക്കും ഫഇന്നഹു ലാ യുസ്അലു വസ്അലൂ ലഹു തസ്ബീത്ത്. അല്ലേ? നിങ്ങൾ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കലെത്താണ്. വസ്അലൂ ലഹു തസ്ബീത്ത്, തസ്ബീത്തിൻ്റെ പ്രാർത്ഥന നിർവഹിക്കും. ഇതൊക്കെ റസൂൽ പഠിപ്പിക്കുക. പക്ഷേ ചില ആളുകൾ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് വാശി പിടിച്ചിട്ട് തൽക്കീൻ ചെല്ലും. എന്താ തൽക്കീൻ? ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അസ്വദാൻ, കറുത്ത പൂച്ചക്കണ്ണുള്ള 2 മലക്കുകൾ എൻ്റെ അടുത്ത് വരും. ആരോട് പറയാം? മരിച്ച ആളോടെ. തൽക്കുബാത്തു, ഇതിൻ്റെ പേരാ തൽക്കീൻ. നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ആണ്, ആയത്തെറ്റാന്ന്. ഇതാ ജാഅക്കൽ മലക്കാനി ആരാ നിങ്ങൾക്കറിയില്ല? ഇതാ ജാഅക്ക, നിൻ്റെ അടുത്ത് വന്നാൽ അൽ മലക്കാനി, 2 മലക്കുകൾ. എങ്ങനത്തെ? മുഅക്കലാൻ, അവർ രണ്ട് മലക്കുകൾക്കും പൂച്ചക്കണ്ണാണ്. പിന്നെ അസ്വദാൻ, കരിമുട്ടന്മാരാണ്, കറുത്ത നിറമുള്ള. ഓരന്നോട് ചോദിക്കും മൻ റബ്ബുക്ക ഒമാ ദീനുക്ക ഒമൻ ഇമാമുക്ക, ഇതൊക്കെ ചോദിക്കും. ഫക്കുൽ ബിലാ ഫസൈൻ, ഒരു പേടിയും കൂടാണ്ട് പറഞ്ഞു. റസൂല പറഞ്ഞതിന് വിരുദ്ധ ഉണ്ടാ. മൻ ദാ ഇലാ ലലാല, എന്നിട്ട് അതിന് വാശി പിടിക്കുക. 2 മക്കൾ. ഒരു മൂത്തോൻ എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് തസ്ബീത്താണ്. അപ്പം മറ്റവൻ പറയാണ് അതൊന്നും എനിക്കറിയില്ല, അവിടുത്തെ പണ്ഡിതന്മാർക്ക് അറിയുള്ളൂ. നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാം. പണ്ഡിതൻ പറയുന്നത് നമുക്ക് നല്ല തെൽക്കീനാണ്. അപ്പോൾ അവിടെ കച്ചറ ഉണ്ടോ? എത്രയോ മയ്യത്തുണ്ടാകുന്നുണ്ട്. ചിലർ വാശിക്ക് വേണ്ടിയിട്ട്, ചിലരെന്ത് പറയുന്നറിയോ? ഓൽത് കഴിഞ്ഞിട്ട് നമുക്ക് തെൽക്കീനാക്കാം. അവന് പഞ്ചായത്താക്കണവരുണ്ട് ഇല്ലേ? ഇത് മുജാഹിദീങ്ങളുടെ തസ്ബീത്ത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കുന്ന ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളായ മുജാഹിദുകളുടെ തസ്ബീത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ തൽക്കീൻ തുടങ്ങാം. അപ്പം മുസ്ലിയാർ നല്ലോണം ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുക. നമ്മൾ പോയി കഴിഞ്ഞാൽ മൂപ്പരുത് ഖബറുകൾ വന്നതൊക്കെ തുടങ്ങും. അതിന് കുറച്ച് ആൾക്കാരുണ്ടാവും. മൻ ദാ ഇലാ ലലാല, ലലാലത്തിലേക്ക് ആരെയും ക്ഷണിച്ചു. കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലം ആസാമി മാൻ തബിയഹു, ആരൊക്കെ ആ തിന്മ പിൻപറ്റിയോ അത് പഠിപ്പിച്ചവർക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. ഈ തിന്മ പഠിപ്പിച്ചവർക്ക് അത് പിൻപറ്റുന്നവരുടെ ശിക്ഷയും ഉണ്ടാവും. അതുകൊണ്ട് ലാ യൻകുസു ദാലിക മിൻ ആസാമിയും ചെയ്യാ, പഠിപ്പിച്ചു കൊടുത്തവൻക്കും അത് പിൻപറ്റിയവർക്കും രണ്ടാക്കും ശിക്ഷയിൽ കുറവ് വരില്ല. അപ്പം അതുകൊണ്ട് നന്മ പ്രചരിപ്പിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളെ ഖബറിലേക്ക് നമ്മൾ മരിച്ചാലും എത്തുന്ന പ്രതിഫലം. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. തിന്മയാണോ ഞാൻ പറയുന്നത്, നന്മയാണോ ഞാൻ പറയുന്നത്, എന്തെങ്കിലും വിടുവായിട്ട് അടിച്ചു വിടരുത് കേട്ടോ. ചിലവരുണ്ട് എന്ത് അല്ല, ഓണത്തിൻ്റെ അന്ന് കൂട്ടുകാരൊത്ത് നമ്മൾ ഉല്ലസിക്കാൻ പറ്റുമോ, ആഘോഷിക്കാൻ പറ്റുമോ? ആഘോഷം പറ്റില്ല. എന്താ കാരണം? അത് റസൂൽ പഠിപ്പിച്ച ആഘോഷമല്ല. അങ്ങനെ ആഘോഷം എന്നാണ് ഇപ്പോൾ ഈ 80 കോടിയിലേക്ക് കള്ള് കച്ചവടം ഉയർന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ടത് ഹിന്ദുക്കൾ മാത്രം കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം കുറിച്ചാണ്. നമ്മളെ ഒരുപാട് ചെറുപ്പക്കാർ നശിച്ചു പോയ. പിന്നെ നമ്മൾ ഈ മയ്യത്തേറ്റ് നമ്മൾ വരും, അത് കഫൊക്കെ ചെയ്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തൊക്കെ എടുത്ത് 3 കണ്ട തുണി പോയി എന്തിനാ അത് ചാക്ക് കെട്ടിക്കൊണ്ടായ പോരെ? അത്ര മോശം പയ്യന്മാരുണ്ട് ഇല്ലേ? NDMA പിടിച്ചാൽ ആരാ പിടിക്കുന്ന പോലെ പേരൊക്കെ നബിമാരെ പേരും. ഇസ്മായിൽ, ഇബ്രാഹിം, +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു ഈ സമൂഹത്തെയും നമ്മെയും ഒക്കെ സന്മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. മരിച്ചു പിരിയുമ്പോൾ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിൻ്റെ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫയല് കൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി നമ്മെയും അവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്,
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب إلينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.